നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഈ സമയം ചർച്ച ചെയ്യുന്ന വിഷയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ചൈനീസ് സന്ദർശനമാണ്. റഷ്യൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമല്ല എന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് തന്നെ നിരവധി സന്ദർശനങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലേക്ക് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർശനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എടുത്തു പറയുന്ന ഒരു കാര്യമെന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈന സന്ദർശനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശനം നടത്തി തിരിച്ചുപോയി ഏതാനും മണിക്കൂറുകൾക്കകമാണ് റഷ്യൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനം. ഈ രണ്ട് സംഭവങ്ങളെയും ഏച്ചുകെട്ടാൻ ശ്രമിക്കുകയാണ് മാധ്യമങ്ങൾ. പക്ഷേ അതങ്ങനെയല്ല. ചൈനീസ് സന്ദർശനത്തിന് അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനത്തിന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനവുമായി യാതൊരു ബന്ധവുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിലെത്തിയത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു നയതന്ത്ര ബന്ധത്തിൽ ചില ഏച്ചുകെട്ടലുകൾ നടത്താൻ സാധിക്കുമോ എന്നറിയാനാണ്. അതായത് അമേരിക്കയും ചൈനയും തമ്മിൽ ഉള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ അത്ര ഊഷ്മളതയിലല്ല എന്ന് നമുക്കറിയാം. രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായി തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഏറെ വ്യത്യസ്തതയുണ്ട്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, എന്നാൽ അമേരിക്ക അങ്ങനെയല്ല. അതൊരു മുതലാളിത്ത രാജ്യമാണ്. മാത്രമല്ല ചൈനയിൽ ഒട്ടും ജനാധിപത്യമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒട്ടേറെ സിവിൽ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യമാണ്. എന്നാൽ രണ്ടു രാജ്യങ്ങളും ലോകത്തിലെ ഒന്നും രണ്ടും ശക്തികളാണ്. GDP-യുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് അമേരിക്കയെങ്കിൽ തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ചൈന. രണ്ട് രാജ്യങ്ങളും ഉൽപാദന മേഖല ശക്തമാക്കാൻ ഇടപെടുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ്. അവരവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന ആവശ്യമില്ലാതെ നികുതി ചുമത്തുന്നു എന്നാരോപിച്ചുകൊണ്ട് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നേരത്തെ പിഴ തീരുവ ചുമത്തിയിരുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വ്യാപാര യുദ്ധത്തിലാണ്. ചൈനയുടെ ഉൽപ്പാദന മേഖലയെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറാനാണ് ചൈന ശ്രമിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറാൻ ചൈന ശ്രമിക്കുന്നു. അതിന് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ നോക്കുന്ന എല്ലാവരെയും എതിർക്കാനും അതുപോലെ തന്നെ പാരപണിയാനും ചൈന എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. ഇതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല ഇന്ന് ഈ ഭൂമുഖത്ത് നടക്കുന്ന സംഘർഷങ്ങളിലെല്ലാം രണ്ട് പക്ഷത്താണ് ഈ രണ്ട് രാജ്യങ്ങളും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെയാണ് അമേരിക്ക പിന്തുണയ്ക്കുന്നതെങ്കിൽ ചൈന പിന്തുണയ്ക്കുന്നത് റഷ്യയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ചൈന ഇറാനോടൊപ്പമാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളും ഈ രീതിയിലും വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലാണ്. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനം. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് രണ്ട് രാജ്യങ്ങളും ചർച്ചകൾ നടത്തി. പക്ഷേ വ്യാപാര രംഗത്ത് ഏതാനും ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ചൈനീസ് എണ്ണ കമ്പനികളുടെ ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് 200ഓളം വിമാനങ്ങൾ അടിയന്തരമായി വാങ്ങുമെന്ന് ചൈനയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേ രീതിയിൽ എത്താൻ സാധിച്ചെങ്കിലും അല്ലെങ്കിൽ ഒരേ അഭിപ്രായത്തിലെത്താൻ സാധിച്ചെങ്കിലും ആ കാര്യത്തിലേക്ക് കൂടുതൽ സംഭാവന നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഇറാന് ആണവായുധങ്ങൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഉള്ളത്. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ആശ്വാസമോ നൽകാൻ ഈ സന്ദർശനത്തിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല തായ്വാൻ വിഷയത്തിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായം അത് ഏകീകരിക്കുവാൻ സാധിക്കാതെയാണ് ചർച്ച പിരിഞ്ഞത്. എന്നാൽ ഇങ്ങനെയല്ല റഷ്യൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനം. അതായത് രണ്ട് സുഹൃത്ത് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിലാണ് സന്ദർശനം നടത്തുന്നത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. റഷ്യ ചൈനയുടെ വ്യാപാര പങ്കാളിയാണ്, ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. മാത്രമല്ല ചൈനയുമായി വളരെയധികം സൗഹൃദമുള്ള ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റിൻ്റെ ചൈനീസ് സന്ദർശനം കൂടുതൽ ഊഷ്മളമാണ്. മാത്രമല്ല ഇത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ചൈന സന്ദർശനത്തിനും ഏറെ മുന്നേ ഈ സന്ദർശനം നിശ്ചയിക്കപ്പെട്ടതായിരിക്കാം. കാരണം
ചൈനയും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കാനാണ് ഈ സന്ദർശനം. അതായത് സിനോ റഷ്യ ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഒപ്പുവെച്ചത് 2001-ലാണ്. 2026 ആകുമ്പോൾ ഈ കരാറിൻ്റെ ഏതാണ്ട് 25 വർഷം പൂർത്തിയാകുന്നു. ഇതടക്കം ആഘോഷിക്കാനും ആണ് ചൈനീസ് സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്നത്. ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനും ചൈനയുമായിട്ടുള്ള ബന്ധം ഇനി ഏറെ കാലത്തേക്ക് നിലനിൽക്കും രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുമൊക്കെയാണ് ഈ ചൈനീസ് സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് നടത്തുന്നത്. റഷ്യയും അമേരിക്കയെ പോലെ തന്നെ ഒരു യുദ്ധമുഖത്തുള്ള രാജ്യമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അതിപ്പോഴും തുടരുകയാണ്. വർഷങ്ങളായി ആ സംഘർഷം തുടരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടി യുക്രൈൻ റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും റഷ്യ ഇതുവരെയും അടങ്ങിയിട്ടില്ല. അവരുടെ ആ മോഹം അല്ലെങ്കിൽ യുക്രൈനെ പിടിച്ചെടുക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. അവരിപ്പോഴും യുക്രൈനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. യുക്രൈൻ്റെ ഏതാണ്ട് ഭൂരിഭാഗം 1/5 പ്രദേശങ്ങളും ഇപ്പോൾ റഷ്യയുടെ കയ്യിലായിട്ടുണ്ട് എന്നാണ് സൂചന. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. റഷ്യ, ചൈന, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ തന്നെ അമേരിക്കയുടെ ചങ്കിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രിക്സിലും അതുപോലെ തന്നെ SCO ഉച്ചകോടിയിലുമെല്ലാം ഈ 3 രാജ്യത്തലവന്മാർ ഒരിടത്ത് ഒത്തുകൂടുന്നത് അമേരിക്കയ്ക്ക് വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്ക പിഴത്തീരുവ ചുമത്തിയ മറ്റൊരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ റഷ്യയും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള സന്ദർശനം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യയും വളരെയധികം താല്പര്യത്തോടുകൂടി ഉറ്റുനോക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ഈ ചർച്ചയ്ക്ക് നൽകാൻ കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. വ്യാപാര ബന്ധം ഊഷ്മളമാക്കുക എന്നത് തന്നെയായിരിക്കും ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും ഇരു രാഷ്ട്ര തലവന്മാരും ചർച്ച ചെയ്യും. നേരത്തെ യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നതിൻ്റെ പേരിൽ റഷ്യക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെയും അമേരിക്ക നേരത്തെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നതാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.